എന്താ ഇവിടെ? അവിടെ ആരോ ഉണ്ട്. എവിടെ? എന്താടി? നീ അവനെ കണ്ടോ? ഞാൻ കണ്ടു. എടാ ഋഷി, നീ അവനെ പോയി പിടിക്കാൻ നോക്ക്. എന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ള സന്ധിക്കുള്ള പുളി നിർത്തണമെന്ന്. ഭാടി ഇങ്ങോട്ട്. ഇവിടെ നോക്കടാ. എടാ നീ പോയി തുറക്കടാ. എനിക്ക് വയ്യ, ചേച്ചി പോയി തുറക്ക്. ഇവന്റെ ഒരു കാര്യം. എന്താടി ബെല്ലടിച്ചാ തുറക്കാൻ ഇത്ര താമസം? അച്ഛൻ എപ്പോഴും കോലുമ്പെല്ലടിക്കാൻ പറ്റില്ലല്ലോ, 3 മുട്ടല്ലേ? അങ്ങനെയല്ലേ നിങ്ങളെ പഠിപ്പിച്ചേക്കുന്നത്? ആ ഓക്കെ ഓക്കെ. അമ്പലത്തിൽ നിന്ന് വന്നിട്ട് നിനക്കൊന്നും ഇതുവരെ ഡ്രസ്സ് മാറാറായില്ലേ? മാറാൻ പോവായിരുന്നു അച്ഛാ. ആ എന്നാ പോകോ. ഒന്ന് നിന്നെ ഇവിടെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ, അവള് കേട്ടില്ലേ ഈ മണിയൊടിയൊന്നും? ചേച്ചി അമ്മമ്മയ്ക്ക് മരുന്ന് കൊടുക്കോ? ആ അമ്മൂമ്മയ്ക്ക് ചാകാനുള്ള മരുന്നാ കൊടുക്കണ്ടേ. അവളോട് പോയി പറ കേട്ടല്ലോ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്യേണ്ടി വരും. ആ മക്കളൊന്ന് നിന്നേ. ആരെങ്കിലും വന്നേ അച്ഛനെ തിരക്കിയാലേ അച്ഛൻ കുളിക്കുക കേട്ടല്ലോ. ശരി അച്ഛാ. അന്ന് പൊക്കോ. ഇന്നവനെ ശരിയാക്കും. ആരാ നിങ്ങളൊക്കെ? എന്ത് വേണം? നിനക്കറിയില്ല എന്തിനായിട്ട് എന്നെ തല്ലണേ? കൊടുക്കടാ. മതി. നീ എന്റെ പെങ്ങള് നീനയുടെ പുറകെയാണെന്ന് എനിക്കറിയാം. നീ അവളെ കണ്ടമാനം ശല്യം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനോ? നിർത്തിക്കോണോ ഇന്നത്തോടെ. അനാവശ്യം പറയരുത്. നിങ്ങളുടെ പെങ്ങളെ എനിക്കറിയത്തില്ല, നിങ്ങളെ അറിയത്തില്ല. ഇവരെല്ലാരും വിളിച്ചോണ്ട് പോവാൻ നോക്ക്. എനിക്ക് വേറെ പണിയുണ്ട്. നിനക്കറിയത്തില്ലടാ? അറിയത്തില്ല അല്ലേ? അവള് കുളിക്കാൻ പോകുന്ന സമയത്ത് തന്നെ നിനക്ക് വരണം. വിടറാ, തോന്നിയാസം പറയരുത്. ഞാൻ ഈ വീട് വിട്ട് ഇതുവരെ എങ്ങും പോയിട്ടില്ല. ആ ഞാൻ പോയിട്ടില്ലെന്ന് സത്യം. എടാ രഘു, നീ എന്തിനാടാ ഈ കള്ളത്തരം പറയുന്നേ? ഈ അലോഷിയുടെ വീടിന്റെ പരിസരത്തും കയ്യാരപ്പുറത്തുമൊക്കെ നീ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ഞങ്ങള് പലതവണ കണ്ടിട്ടുണ്ടാ. CCTV-യിലെ അതിനുള്ള തെളിവുമുണ്ട്. അതിലൂടെ കാണുന്നൊന്നും കള്ളത്തരമല്ലല്ലോ. അല്ല ഇവിടെ ഉണ്ടല്ലോ ഹോം നേഴ്സ്, ആഴ്ച മാറി മാറി വരുവാണല്ലോ. നിനക്ക് അതിന്റെ പുറകെ കാണാൻ പോത്തില്ലടാ. അതെങ്ങനെ സ്വന്തം ഭാര്യയെ വിദേശത്തെങ്ങാണ്ട് പറഞ്ഞു വിട്ടേച്ച് അവൻ വല്ലവന്റെ പരിയമ്പറത്ത് നോക്കി നടക്കുക? ഇടാ നിനക്ക് നാണമില്ലടാ വല്ലവന്റെ കുളിമുറി പോയി നോക്കാൻ? അത്രയ്ക്ക് സൂക്കേടാണ്. നീ ഒരുത്തിയെ ഇവിടെ കൂടെ താമസിപ്പിച്ചിട്ടുണ്ട്, ഒരു ഹോം നേഴ്സ്. അതേടോ ഹോം നേഴ്സ് തന്നെയാ. താൻ പുച്ഛത്തോട് പറഞ്ഞ ഹോം നേഴ്സ് തന്നെയാ. എടോ, മരണം കാത്തു കിടക്കുന്ന കിടപ്പ് രോഗികളെ മക്കൾ ഏതെങ്കിലും ഹോം നേഴ്സിന്റെ പരിചരണത്തിന് വിട്ടുകൊടുത്തിട്ട് അവരവരുടെ പാട് നോക്കിപ്പോ ജീവിതാവസാനം വരെ പൊട്ടിയൊലിച്ചതും എഴുന്നേൽക്കാൻ വയ്യാത്തവരുടെ മലവും മൂത്രവും ഒക്കെ എടുത്ത് അവരെ സ്വന്തം മാതാപിതാക്കളായി കണ്ട് ശുശ്രൂഷിക്കാനും അവർക്ക് സമയാസമയങ്ങളിൽ മരുന്നും ആഹാരവും ഒക്കെ കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാനും അവര് മരിക്കും വരെ അതൊരു ഹോം നേഴ്സിന്റെ കടമയാണ്. അതിനിടയ്ക്ക് താൻ പറഞ്ഞ മറ്റപ്പണിയുണ്ടല്ലോ. അലോഷി, ഇതിനെ വിളിച്ചോണ്ട് പോ. കുഞ്ഞിവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല, സങ്കടം കൊണ്ട് പറഞ്ഞതാ. അവൻ ഈ വീട്ടിലോടത്തോളം കാലം കുഞ്ഞെങ്ങനെ ഈ വീട്ടിൽ കഴിയും? അത് ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ പോവാൻ നോക്ക്. ചേട്ടാ പൊക്കോ. ശരി, വാടാ പോകാം. വാ. സത്യം പറ, അവനെ നിനക്ക് എങ്ങനെ അറിയാം? എന്താ മോളെ ഇവിടെ ഒരു ബഹളം? ആരാ മോളെ ഇവിടെ? എടി നീ ആരാടി? ഹോം നേഴ്സ് ബെറ്റി. ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെ കോലാഹലങ്ങളായി ഇവിടെ നടക്കുന്നത്? ഇങ്ങോട്ട് മാറടി. കോലാഹലങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളു തള്ളേ. എന്റെ മരുമോൻ രഘുവേ. എടാ എടാ
എന്നാ ദുബായി വെച്ച് നീയും എൻ്റെ മോളും ഞങ്ങളുടെ അനുവാദമില്ലാതെ കല്യാണം നടത്തി. 2 കുട്ടികളുണ്ടായതിനു ശേഷം നീ ഒരു കേസിൽപ്പെട്ട് ദുബായ് ജയിലിലായി. എൻ്റെ മോൾ അനുഭവിച്ച ദുഃഖങ്ങൾ നിനക്കറിയില്ല. 2 കുട്ടികളെ കണ്ണു കാണാത്ത എന്നെ ഏൽപ്പിച്ചിട്ട് അവൾ തിരിച്ചു ദുബായിക്ക്. 5 വർഷങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനായി കുട്ടികളെയും കൊണ്ട് നീ ഇവിടെ. നിന്റെ പരാക്രമം ഇതുവരെ തീർന്നില്ലേ? ഞാൻ ഈ കിടക്കയിലും. ഓ, അവരുടെ ഒരു കരച്ചില്. അവിടെ കിടന്നല്ലേ മോനെ. ഇവളെ ഇന്ന് തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം. ഏതവളെ? നിങ്ങളുടെ ഹോം നേഴ്സിനെ. അല്ലെങ്കിൽ നീ എന്തോ ചെയ്യും? എടാ, ബാത്റൂമിൽ വീണ് എൻ്റെ കാലൊടിഞ്ഞപ്പം 3-4 ഹോം നേഴ്സുമാരെന്നെ നോക്കാൻ വന്നു. നിന്നെ പേടിച്ച് അവർ രായിമാനം കടന്നു. ഒരു 3 ദിവസം അവർക്ക് ഇവിടെ നിൽക്കാൻ സാധിച്ചോ? ഇല്ല. എടാ, കൂടി വന്ന ഒരു 50 വയസ്സുകാരിയെ പോലും നീ ഇവിടെ നിർത്താൻ സമ്മതിച്ചില്ല. എല്ലാം എനിക്കറിയാം. എൻ്റെ ഭഗവതി. അയ്യോ അമ്മേ, കാലത്തിന് എനക്കല്ലേ. എടി, ആ കാലൊന്നഴിച്ചു വിട്ടെ. ആ കാലിലെ കെട്ടടിക്കല്ലേ, കാലേ വാരി പയ്യെ. തലയടിക്കുകയല്ലേ. പയ്യണേ. മോനെ, മരുമോനെ, നീ ഇങ്ങടുത്ത് വന്നേ. എന്നാ ഈ വീട്ടിൽ നമ്മൾ 2 പേരിൽ ഒരാൾ മതി. ഇന്ന് തന്നെ ഇറങ്ങിക്കോണം. മനസ്സിലായല്ലോ? മനസ്സിലെങ്കിലോ? മനസ്സിലാക്കി തരാടി. പിന്നെ ഞാൻ മനസ്സിലാക്കി തരാം. അടങ്ങി നിക്കടിയോടെ, കിടക്കാതെ നീ. അച്ഛാ, 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 വിട് അച്ഛാ, അച്ഛാ വിട്. അമ്മേ. ഇതിൽ കൂടുതൽ ആ മഴ പെയ്ത ദിവസം ചെയ്യാതിരുന്നത് എന്റെ തെറ്റ്. ഓർമ്മയുണ്ടല്ലോ? വാ മോളെ, എഴുന്നേക്ക്. വാ. ചെങ്കിടിയേ, ഇതെന്നെ കാക്കയെ വിളിക്കുവാണോ? കാക്ക വിളിച്ചിട്ട് കാക്ക പോയിട്ട് മനുഷ്യൻ പോലും വരുന്നില്ല. ആഹാ, ഇതെന്നെ എവിടെ ഇട്ടിട്ടാണോ കാക്കയെ പറത്തനവിടെ പോയി നിന്നേ? കാക്ക വിളിച്ചോണ്ടിരുന്നാലേ ഇനി കഞ്ഞി കുടിക്കാൻ പറ്റുന്നില്ല. കഞ്ഞി കുടിക്കണമെങ്കിലേ അരി വേണം. അതിന് പണിക്ക് പോണം. പണിക്ക് പോണം. പണിക്ക് പോയാലേ പൈസ കിട്ടും. പൈസ അന്നേരെ കിട്ടത്തുള്ളൂ. കുഞ്ഞൊന്നു മാറി നിന്നേ. ഞാൻ ചെയ്യാം. ഇങ്ങോട്ട് താ. വേണ്ട, ആതിരാ പൊല്ലു. ആരും അക്കുമാരെ ഇങ്ങോട്ട് താ, പൊള്ളട്ടെ. വേണ്ട, കുഞ്ഞു വന്നാ പൊല്ലു. എന്നാ എനിക്കതൊന്നും അറിയണല്ലോ. ഇങ്ങോട്ട് വാ. ചെങ്കിടിയേ, ചെങ്കിടിയുടെ അപ്പം കുഞ്ഞാപ്പി എന്തിയേ? അപ്പനെ അറിയാമോ? അപ്പൻ ചത്തുപോയി. ഇവിടുത്തെ പഴയ റബ്ബർ വെട്ടുകാരനായിരുന്നു അപ്പൻ. അപ്പൻ ചത്തുപോയി. ഇവിടുത്തെ പഴയ വെട്ടുകാരൻ, റബ്ബർ വെട്ടുകാരൻ രാവിലെ വെട്ടിയിട്ട് കാണാഞ്ഞിട്ട് അമ്മ ചെന്ന് നോക്കാൻ ചെന്നപ്പോ ചത്ത് കിടക്കുക. പറമ്പിന് പാമ്പ് കൊത്തി. മയ്യാന് പാമ്പ് കളി. പാമ്പിന് മയ്യാന് വായ്ക്കുളിക്ക് നോരയും മതയെല്ലാം വന്നു. അപ്പൻ ചത്തുപോയി. അന്നോതിന് ഞാനിവിടെ നാടിന്റെ കൂടെ പണിയാ. അല്ല, ഈ രാജുവിനെ എന്താ എല്ലാവരും ചുങ്കിടി വിളിക്കുന്നത്? എന്റെ മോള് ചുങ്ങിളിയല്ലേ? ചുങ്ങിളി, ചുന്നരി. ആ, ചുന്നരി കുഞ്ഞ, ചുന്നരി കുഞ്ഞ. അതാ അങ്ങനെ വിളിക്കുന്നേ. എനിക്ക് മറ്റാനപ്പറമ്പിലെ ലക്ഷ്മി കുഞ്ഞില്ലേ, അവളെ
ഇഷ്ടമായിരുന്നു. ഞങ്ങള് കല്യാണം കഴിക്കാനിരുന്ന ഒത്തിരി ഇഷ്ടമായിരുന്നു. കല്യാണം കഴിക്കാനിരുന്ന ആദ്യം ചാടി ചത്തുപോയി. ഞാനൊന്ന് എനിക്കെന്ന് ആശുപത്രി കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ വയറ്റിലൊരു കുഞ്ഞാവുണ്ടായിരുന്നു. അന്ന് മുതൽ എല്ലാരും എന്നെ വിഷമിക്കാതെ വിഷമിക്കാതെ ചുങ്കുടി, വിഷമിക്കാതെ. താര് എന്താടാ അവളോട്ട്? ഞാൻ കുഞ്ഞുമായിട്ട് വർത്താനം പറഞ്ഞ് നിന്നതാ. സാറേ പാവാ. ഓ ശരിയാ, പഞ്ച പാവം. അവള് തുണി വിരിക്കാൻ പോയതല്ലേ? സാറേ മഴയല്ലേ, മഴ തുണി വിരിച്ചാൻ പോയതാ. എന്നാലേ ഇവിടെ നിന്നൊരു കരച്ചിലും ബഹളമൊക്കെ കേക്കും. നീ അത് മൈൻഡ് ചെയ്യണ്ട. സാറേ പാവാ, ഒന്നും ചെയ്യല്ലേ. എന്നവക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കൂടാ. ഒന്നും ചെയ്യല്ലേ. സാറിനെ അമ്മച്ചയെ നോക്കുന്നുണ്ട്, പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. പാവം ഒന്നും ചെയ്യല്ലേ. നീ മാത്രം അറിഞ്ഞാ മതി. എന്തിനാ വാതിലടച്ചേ? നിന്നെ ഒന്ന് കാണാൻ. ഞാൻ തിന്ന് വിരിച്ചോട്ടെ. ഞാൻ കാണുന്നുണ്ട് ചേട്ടന്റെ ഈ വഷളം നോട്ടം. നീ അപ്പം മനസ്സിലാക്കുന്നുണ്ട് അല്ലേ? പിന്നല്ലാതെ. അമ്മച്ചയ്ക്ക് കാഴ്ചയില്ലെങ്കിലും എല്ലാം കാണുന്നുണ്ട്. പിന്നെ കുട്ടികൾ, അതാ. എന്നാ വാ. എങ്ങോട്ടാ? വാ. കൊള്ളാം, നല്ല പറ്റിയ സ്ഥലം. വാ. ആരുമില്ല, ഇനി ഞാൻ ഇനി എങ്ങനെ പുറത്ത് കിടക്കും? ചുങ്കടി എവിടെ പോയി? ഇവിടെ ആരുമില്ലേ? എടാ ചുങ്കടിയേ, പോയി വാതിൽ തുറക്കടാ. പോയി വാതിൽ തുറക്കാൻ. സാറേ ചെറിയൊരു ഒറ്റയും മകളൊക്കെ കേൾക്കുമെന്ന് പറയുമ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാനും കരുതിയില്ലടാ. എന്നാലും അവക്കെങ്ങനാടാ ഈ വീട്ടിലെ ഓരോ മുറികളും അറിയാവുന്നത്? തൊള്ളയുടെ മുറി വിട്ട് പുറത്തിറങ്ങാത്തവളാ. ആ നീ വാ. നീ ഇറങ്ങുന്നില്ല? വേണോ? ഇറങ്ങി വേടാ. ഓ ശരി. നീ എന്താടാ ഇവിടെ തന്നെ നിൽക്കുന്നു? വാടോ, തന്റെ ഭാര്യയെ വിളിച്ചോണ്ട് പോകണ്ടേ? വിട്ടു തന്നാൽ കേറി വാടോ. ആ നില്ല്. ഇവനെ വിളിച്ചോണ്ട എങ്ങോട്ടാ? ആ ഡ്രൈവറൊക്കെ പുറത്ത് നിന്നാ മതി. മക്കളെ എന്തൊക്കെയുണ്ട്? പിള്ളേര് പറഞ്ഞ കേട്ടില്ലേ? എന്തിനാ വെറുതെ തടസ്സം ഉണ്ടാക്കുന്നത്? മാറിയിടാ അങ്ങോട്ട്. താൻ പാടും. കുടുംബം പിടിക്കാനുള്ള ഒരുത്തന്മാർ വന്നു.
ഈ ബോൾ ഇങ്ങനെ വെച്ചിട്ട് അങ്കിളെ ആ മാല ഊരി തരുമോ? ആ പിന്നെന്താ തരാലോ. എന്നാ. ഏയ്, എന്താ ഈ കാണിക്കുന്നോ? നീ വെറും ചെറ്റ അല്ലടാ. ഈ കുട്ടികളെ പ്രസവിച്ചു വന്നത് വിനീത് തന്നെ അല്ലടാ നിനക്ക്. ഇപ്പൊ അവള് വിദേശത്തും. കഷ്ടം. എന്തൊരു ജന്മമാടാ നിന്റേത്. വിടറാ. വാ മക്കളെ. ശരി അങ്കിളെ. അങ്കിള് അവന്റെ ഒരു പന്ത് കളി. ആരാടി നിന്റെയൊക്കെ അങ്കിള്? പറയടി, ആരാടി അങ്കിള്? പറയാ. പറയാച്ചാ അച്ഛാ ഇല്ല ഞാനിപ്പം പറയാച്ചാ അത് കെവിൻ അങ്കിള്, ബെറ്റി ആന്റിയുടെ ഹസ്ബൻഡ്. അപ്പം മോള് പോകാൻ തീരുമാനിച്ചു അല്ലേ? ഇവിടുത്തെ എന്റെ ജോലി അവസാനിച്ചു അമ്മേ. അപ്പം മോൾ എന്നെ പോലെ കിടപ്പ് രോഗികളുള്ള വീട്ടിലോട്ടായിരിക്കും ഇല്ലേ? അല്ലാ തരമില്ലല്ലോ. ഏജൻസി ഏൽപ്പിച്ചിടങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നു. എന്നാൽ ഒന്നുണ്ടമ്മേ, ആരാലും ഉപേക്ഷ കട്ടിൽ അഭയമായി തീർന്ന അവർക്ക് തുണയാണ് ഞാൻ. ഹോം നേഴ്സ് ആണെങ്കിലും അമ്മച്ചിയെപ്പോലെ സ്നേഹനിധിയായ അമ്മമാരെ ഊണും ഉറക്കവും ഇല്ലാതെ പരിചരിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കെന്തോ ഈ അമ്മയെ വിട്ടുപോകാൻ തോന്നില്ല. മോളെ, നീ ഇങ്ങടുത്ത് വന്നേ. നിന്നോടാ ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? നീ എൻ്റെ കൃഷ്ണമോളല്ലേ? ഞാൻ നൊന്തു പ്രസവിച്ച കൃഷ്ണവേണി. നിന്റെ ബാല്യവും കൗമാരവും എൻ്റേതാക്കി നിന്നെ വളർത്തി പഠിപ്പിച്ചു. നീ മുതിർന്നുവെന്ന് തോന്നിയപ്പോൾ നീ പോയി നിന്റെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ. നിന്റെ സ്വപ്നങ്ങൾ ഞങ്ങൾ അറിഞ്ഞതേയില്ലല്ലോ കുട്ടി. കൃഷ്ണമോളെ, നീ എന്നെ അമ്മയെന്ന് വിളിക്കാറില്ലല്ലോ. അക്ഷരം പെറുക്കി പെറുക്കി എൻ്റെ കുട്ടി എന്നെ വിളിക്കുന്നൊരു പേരുണ്ടല്ലോ. എന്നെ വിട്ടുപോകുന്ന രാത്രി പോലും നീ എന്നെ വിളിച്ചുവല്ലോ. അത് മറന്നോ നീ ആ പേര്? എന്റെ പാച്ചോനോട് ക്ഷമിക്കണം മോളെ. പ്രഭാവതിയെ കഴിഞ്ഞോ? കെവിൻ എന്തിയേ? അമ്മേ, മോനെ, നീ ഇവളെയും കൊണ്ടുപോയ രാത്രി ഇവിടെ അച്ഛന് ആദ്യം ഉണ്ടായ ഷോക്ക് വളരെ വലുതായിരുന്നു. ഈ മുറിയിൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പറഞ്ഞു, സമാധാനപ്പെട്, നമുക്കവരെ പോയി കാണാം. എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി നിങ്ങൾ താമസിക്കുന്നിടത്തേക്ക് വരുമായിരുന്നു. പക്ഷെ വീടെത്താനായില്ല. ആ ആക്സിഡൻറ്റിൽ എൻ്റെ കണ്ണുകൾ നഷ്ടപ്പെട്ടു. എന്നേക്കുമായിട്ട് എൻ്റെ കുട്ടികളുടെ അച്ഛനെയും. അമ്മയുടെ മോളെ ഞാൻ ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ മാത്രമേ തെറ്റുകാരി. നിങ്ങൾ എന്നോട് പൊറുക്കണം. പ്രഭാവതിയെ, എൻ്റെ മക്കളെ കരയിപ്പിക്കുകയാണോ നീ? എൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട് കേട്ടോ. നിന്റെ മോളെ നിന്റെ പരിചരണത്തിന് വിട്ടതേ ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവില്ല അവസാനം ഇവളെ കണ്ടെത്തി. എല്ലാം എൻ്റെ മോന് വേണ്ടി. ഇവൾ നിനക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുന്നത് എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. നീ കിടക്കയിൽ കിടന്ന് അറിയുന്നുണ്ടായിരുന്നോ ഇതെല്ലാം? എൻ്റെ പേരക്കുട്ടി അത്രമേലൊന്നും ചെയ്തിട്ടില്ല അല്ലേ? അല്ലേ പ്രഭേ? സ്നേഹം ഒരു തെറ്റാണെങ്കിൽ ഒരു ഹോം നേഴ്സിൻ്റെ വേഷമിട്ട് എന്നെ പരിചരിക്കാൻ അവൾ നിന്റെ അടുത്ത് വരുമായിരുന്നു. മോളെ കരയാതെ. അവള് വന്നെന്നെ തൊട്ടപ്പോൾ എൻ്റെ നെഞ്ചിലെ തീ അണഞ്ഞു. എൻ്റെ കൃഷ്ണമോളെ, പാടി ഇങ്ങോട്ട്. കെവിൻ മോനെ, സമയമായി, പോയിട്ട് വാ. കെവിനേട്ടാ, എവിടെ പോവാ? വന്നിട്ട് പറയാം. നീ എന്തായാലും റെഡിയായി നിന്നു. ഞാനും ഇവിടെ
പോവാണ് അച്ഛാ. നല്ല തീരുമാനം. ഞങ്ങളുടെ കൂടെയോ? എത്ര ചെറിയ വീടായാലും വലിയ വീടായാലും എൻ്റെ മോളെന്നെ നോക്കുമല്ലോ. അമ്പോറ്റി അച്ഛാ, കൊണ്ടുപോയി നോക്കണം, പറ്റുമെങ്കിൽ എന്നെ. അച്ഛാ, ഇവൾക്ക് വേണ്ടി നമ്മൾ കരുതി വെച്ചിരുന്ന സ്വർണം അതേപടി ഭദ്രമായിട്ട് നമ്മുടെ പഴയ വീട്ടിലിരിപ്പുണ്ട്. ആ അച്ഛാ, എൻ്റെ ഇളയ മരുമവും കാണാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവൾക്ക് അവകാശപ്പെട്ട ആ സ്വർണം അച്ഛൻ ഇങ്ങെടുത്തോണ്ട് പോരച്ചാ, നമുക്കത് ഇവൾക്ക് കൊടുക്കാം. ഇതാ അച്ഛാ അറയുടെ താക്കോല. നിങ്ങൾ രണ്ടുപേരും റെഡി ആയിക്കോ, ഞാൻ പോയി കുളിച്ച് ഡ്രസ്സും മാറി അതെടുത്തുകൊണ്ട് വരാം. ശരി അച്ഛാ. നിങ്ങളുടെ കാവലൊക്കെ മതി. ഞാനേ ഇതെൻ്റെ കൊച്ചുപോക്കൊന്ന് എടുത്ത് കൊടുത്തോട്ടെ. എൻ്റെ ചമ്പക്കരയമ്മേ, പന്ന കിളവാ, ഒടുവിൽ ക്ലൈമാക്സിലൊരു ടീസ്റ്റ്. തൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു 10-200 പവൻ കാണുമെന്ന് എനിക്കറിയാം. തൻ്റെ പേരക്കുട്ടിയുടെ പേര് പോലും, എന്തിന് ഒരു ഫോട്ടോ പോലും കാണിക്കാതെ ദത്തുപുത്രനായിട്ട് അല്ല മരുമോനായിട്ട് വാഴിക്കാൻ താൻ കാണിച്ച തന്ത്രത്തിൻ്റെ അവസാനം ഈ മുറിക്കുള്ളിൽ ഇങ്ങനെയാവുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല. കൊണ്ട് തന്നു എൻ്റെ മുമ്പിൽ. അന്ന കിളവ നാശിച്ചു പോ. എങ്ങോട്ടാ? കാവുംകാട്ടിൽ തറവാട്ടിലെ ആമാടപ്പെട്ടിയുമായി റേഷൻ കടയിൽ പോവായിരിക്കും അല്ലേ? താ ഇങ്ങോട്ട്. അമ്മേ അമ്മേ അമ്മേ, മക്കളെ ദാ, ഇത് പിടിച്ചോ. എന്റെ പൊന്നനിയത്തിക്കുള്ളതാ, പിടിച്ചോ. ചേച്ചി ഞാൻ കൂടുതൽ സെന്റിയൊന്നും വേണ്ട, എല്ലാം വിശദമായി പറയാം. നമ്മുടെ അമ്മ മോളെ, എപ്പോഴും എന്നോട് പറയുമായിരുന്നു, ഒരിക്കൽ നീ വീട് വിട്ടുപോയെങ്കിലും അമ്മ എന്നെ ഓർപ്പിച്ചോണ്ടിരിക്കും. എപ്പോഴെങ്കിലും നീ തിരിച്ചു വന്ന എന്റെ പൊന്നിനെ കൈവിട്ട് കളയരുതെന്ന്. നിനക്ക് എങ്ങനെ കിട്ടി മോളെ ഇവളെ? ദുബായിൽ ജോലി ചെയ്യുന്ന എന്റെ കൂട്ടുകാരി പ്രവീണയുടെ അമ്മയ്ക്ക് ആക്സിഡന്റ് പറ്റിയപ്പോൾ ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കി. ആ ഹോം നേഴ്സിന്റെ പരിചരണത്തിൽ ആ അമ്മ രക്ഷപ്പെട്ടു. അപ്പോഴാണ് ഞാൻ അമ്മയുടെ കാര്യം ആലോചിച്ചത്. അമ്മയെ നോക്കാനും ഒരാൾ വേണമല്ലോ എന്ന്. ഫോട്ടോ കാണിച്ചപ്പോ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയമ്മേ. അതെയോ? നമ്മുടെ കൃഷ്ണ. ബാക്കി ഞാൻ പറയാം. അമ്മ അറിയാതെ അപ്പൂപ്പനാണ് ഇവളെ ഇവിടെ കൊണ്ടുവന്നത് ഹോം നേഴ്സായിട്ട്. നമ്മുടെ കൃഷ്ണയെ, എൻ്റെ ഭാര്യയെ. രഘുവേട്ടാ ഒന്ന് വരൂ. ഹോം നേഴ്സ് എന്നാ നിങ്ങൾക്കൊക്കെ തട്ടിക്കളിക്കാൻ പറ്റിയൊരു ഏർപ്പാടാണല്ലേ. ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയില്ല. മാനാഭിമാനം എന്നൊന്നും ഞങ്ങൾ കൊണ്ട് രഘുവേട്ടാ. അതുകൊണ്ട് കാവുങ്കിലാൽ തറവാട്ടിലെ ഈ മുതല് അത് രഘുവേട്ടനുള്ളതാ. ഇതാ എടുത്തോ, പിടിക്കാൻ. ബെറ്റി, ബെറ്റി എന്നോട് ക്ഷമിക്കണം.
ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തത്ര തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും എന്നോട് എൻ്റെ മക്കളെ അമ്മേ വാ അമ്മേ, നമുക്കകത്ത് പോകാം. അച്ഛാ, അച്ഛാ, എന്റെ മക്കളെ അച്ഛാ, അച്ഛാ. പോകല്ലേ അച്ഛാ, അച്ഛാ പോകണ്ട. രഘുവേട്ടാ